ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിന് കാലത്ത് പിറ്റേ ദിവസം എഴുന്നേറ്റിട്ടുള്ള വ്യൂ ആണ്. ഇതിവിടെയുള്ള സ്പേസാ, കിച്ചൺ സ്പേസാണ്. വേറെ റൂമുണ്ട്, ബെഡ്റൂമുണ്ടാ. ഇത് ഫുള്ളി ഗ്ലാസ് ഇട്ടുള്ള റൂമാണ്. നമുക്ക് ഇവിടുന്ന് വ്യൂസ്, ഇവിടെ നിന്ന് കിടന്നിട്ട് തന്നെ ഇവിടെ നിന്ന് വ്യൂ കാണാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ സെപ്പറേറ്റ് വേറെ ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, ഹാള് ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഇന്നലെ ഞങ്ങൾ ഇടിച്ച സാധനം ഗ്രൺസ്. ഇത് ക്യാമ്പ് ഫയർ ഏരിയ. ഇന്നലെ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്ത് ഞങ്ങൾ വേഗം കിടന്ന് ഉറങ്ങി. താഴെ ഉണ്ട്, ഉണ്ട് മൊത്തം 5 റൂമുള്ള 5 റൂമിന് ഇവർ നമുക്ക് മേടിച്ചത് 15,000 രൂപയാണ്. അത്ര നല്ല കോസ്റ്റ് പറയാൻ പറ്റില്ല, നല്ല കുഴപ്പമില്ലാത്ത കോസ്റ്റാണ്. ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ 2 ബെഡ്റൂമുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, ഡബിൾ സൈസ് റൂം. അതുപോലെ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഒരു എഴുന്നേറ്റിട്ടുണ്ടാകാമെന്ന് അറിയില്ല, ഒരു എഴുന്നേറ്റുണ്ടല്ലോ. ചായ കുടിച്ചാ? ടൂറ് നമ്മൾ ഇങ്ങനെ കഴിക്കാൻ നല്ലത് പുറത്തുനിന്ന്, അല്ലെങ്കിൽ നമ്മള് അങ്ങനെ ഞങ്ങൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇനി എവിടേക്കാണ് ഇനി പോകേണ്ടതെന്നുള്ള പ്ലാനിങ്ങിലേ. സാധാരണ എല്ലാവരും പോണ പോലെ തന്നെ കൊടൈക്കനാൽ ലേക്ക് നൈറ്റ് പോയി. പിന്നെ ഇനി അവിടെ നിന്ന് ഗുണ കേവ് ഉണ്ട്, പൈൻ ഫോറസ്റ്റ് ഉണ്ട്, സൂയിസൈഡൽ പോയിന്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട്. അവിടെയൊക്കെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പായി ഞങ്ങൾ എല്ലാവരും. നേരത്തെ തന്നെ ചേച്ചി പറഞ്ഞ പോലെ മാത്തുട്ടൻ ഇപ്പോൾ അവരുടെ കൂടെ പോവായിരുന്നെങ്കിൽ എനിക്കും പ്രീക്കും കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നടക്കായിരുന്നു. പക്ഷെ ഞാനല്ലെങ്കിൽ പ്രീ അല്ലെങ്കിൽ പക്ഷേ അവൻ ആരുടെ കൂടെ പോവില്ല. ഒന്നെങ്കിൽ ഞങ്ങളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ യാത്ര ഞങ്ങൾക്ക് ഒരു വേറൊരു ഫീലിംഗ് ആയിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ താഴെ തന്നെ അടുത്ത് വേറൊരു സ്റ്റേ ഉണ്ട്. അവിടെ ഈ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ സോൺ ഉണ്ട്. അവിടെ ഞങ്ങൾ കുറച്ചു നേരം ടൈമെല്ലാം സ്പെൻഡ് ചെയ്തു. മാത്തുട്ടി ചാടി പോണു.
പോയി അവർ കൂടെ പോയി രക്ഷിക്കാൻ. രക്ഷിക്കണ പോണേ സഹായിക്കാൻ Mathudan Fans Association. Mathudan Fans Association. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് വീണ്ടും യാത്രയായി സൈറ്റ് സീൻ കാണാനായിട്ട്. ആദ്യം ഞങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ റോസ് ഗാർഡൻ ആണ്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് ഇനി കാണാം. ഹായ് ചേട്ടാ. റോസ് ഗാർഡനിൽ കുറേ വെറൈറ്റീസ് ഓഫ് പൂക്കളുണ്ട് ഇവിടെ. നല്ല ഭംഗിയുള്ള കുറേ പുഷ്പങ്ങൾ നമുക്കിവിടെ കാണാം. അങ്ങനെ ഞാനും പ്രിയും എല്ലാവരും കൂടിയിട്ട് അത് കാണാനുള്ള തയ്യാറെടുപ്പിലായി. അതിൻ്റെ ഇടയിൽ മാത്തുടൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കങ്കുവാരി ബാഗ് ഇട്ട് സെറ്റായി. അതപ്പോൾ നോക്കുമ്പോൾ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും പോവാനൊരു മടി, ഇത്ര ദൂരം നടക്കണ്ടെന്നുള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ അവർ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഞാനും ചേച്ചിമാരും അളിയന്മാരും കൂടിയിട്ട് റോസ് ഗാർഡൻ അങ്ങനെ മൊത്തം ചുറ്റി കണ്ടു. അങ്ങനെ ഞങ്ങൾ റോസ് ഗാർഡൻ എല്ലാം കണ്ടു തീർത്ത് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വാനിലേക്ക് കയറി സഞ്ചാരം വീണ്ടും ആരംഭിച്ചു. ഇനി നമ്മൾ പോകാൻ പോണത് ഗുണ കേവിലേക്കാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, മഞ്ഞുമേൽ ബോയ്സ് കണ്ടിട്ട് എല്ലാവരും ഗുണ കേവിലേക്കാണ് ഇപ്പോൾ യാത്ര. അപ്പോൾ ഞാൻ പേഴ്സണലി മഞ്ഞുമേൽ ബോയ്സ് പടം കണ്ടിട്ട് അതിലത്തെ റിയൽ ഹീറോസിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം എനിക്ക് നേരിട്ട് കാണണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുണ കേവിലേക്കുള്ള യാത്രയായി. പറയുമ്പോൾ ഇപ്പോൾ കൊടൈക്കനാൽ സീസൺ അല്ലെങ്കിൽ തന്നെ ഈ ഗുണ കേവ് ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് 1 മണിക്കൂറോളം ഇവിടെ നിൽക്കേണ്ട വന്നു. മഞ്ഞുമേൽ ബോയ്സ് കണ്ടവർക്ക് ഗുണ കേവ് അറിയണ്ടാവും. ഗുണ കേവിലത്തെ തിരക്കാണ് കാണുന്നത്. മേലേക്ക് പോകും. കങ്കാരു ബാഗ് ഇടാൻ അറിയാണ്ടാണോ ഇനി മാത്തുട്ടൻ വെയിറ്റ് കൂടിയിട്ടാണോ എന്നറിയില്ല. കുറേ ദൂരം ബാഗ് ഇട്ട് സഞ്ചരിക്കാൻ വലിയ സുഖമൊന്നുമില്ല. അപ്പോൾ ഏകദേശം എൻ്റെ ഉപ്പാടൊക്കെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ കണ്ടമാനം ജനങ്ങളുണ്ട്. ഇവിടെ ഓളിയും ബഹളും സുഭാഷേ കുട്ടേട്ടാ എന്നുള്ള വിളി മാത്രം അവിടെ കേൾക്കാം നമുക്ക്. അങ്ങനെ ഗുണ കേവ് അനുഭവം വേറെയായിരുന്നു. നമ്മൾ ഈ റീലിൽ കാണാൻ പോലെ ഇല്ല. ഇനി ആരെങ്കിലും കൊടൈക്കനാൽ വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുണ കേവ് തൽക്കാലം വരാണ്ടിരിക്കുകയാണ് ബെറ്റർ. ഇപ്പോൾ കണ്ടമാനം ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ മൊത്തം ബ്ലോക്കാണ് ഇവിടെ ഈ റൂട്ട്. ഞങ്ങൾക്ക് തന്നെ 1 മണിക്കൂറോളം ഇവിടെ നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് പറഞ്ഞ കാര്യമാണ് കഴിഞ്ഞ പണിയാണ്. ഇനിയുള്ള അങ്ങോട്ടുള്ള യാത്രയിലുള്ള പില്ലർ റോക്കും ഫോക്കസ് വാക്കും ഞാനും പ്രിയും മാത്രം വിട്ടു.
ഒക്കെ ഏകദേശം നടന്നിരുന്ന് വയ്യാണ്ടായോണ്ട് തന്നെ ഞങ്ങൾ പിന്നെയുള്ള യാത്രയിലെ സൈഡിലായി. ഞങ്ങളിവിടുന്ന് സൈഡിൽ നിന്ന് ഓരോ ന്യൂഡിൽസും ഇതെല്ലാം കഴിച്ച് ഇവിടെ തന്നെ ഇരിപ്പോയി. വണ്ടിയാ എങ്ങടാ ഈ ഷോയെ കഴിഞ്ഞു പോയി ചാടി പോയി. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഞങ്ങൾ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ടിൻ ഫ്ലിപ്സ്.